നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സൗദിയിൽ ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സൗദി അറേബ്യയിൽ 2026 ഹജ്ജ് തീർത്ഥാടനം ചർച്ചകൾക്ക് തുടക്കമായി. ഹജ്ജ് രജിസ്ട്രേഷൻ ഓൺലൈൻ വഴി ആരംഭിച്ചിരിക്കുന്നതായി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു. ഒപ്പം പുതിയ റൂൾസും പ്രഖ്യാപിച്ചു. കുവൈത്തിൽ പെട്രോൾ വില വർദ്ധിച്ചു. കുവൈത്തിൽ പെട്രോളിന് 15 ഫിൽസ് വർധന. ഇത് വാഹനമാലികൾക്കും സാധാരണ ജനങ്ങൾക്കും ബാധിക്കും. വലിയ പ്രതിഷേധങ്ങൾ താണമായി തുടക്കമാക്കിയിട്ടുണ്ട്. ഖത്തറിൽ ആഭ്യന്തര വകുപ്പിന്റെ ഓൺലൈൻ സേവനങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. ഖത്തർ ആഭ്യന്തര വകുപ്പ് ഒട്ടുമിക്ക സേവനങ്ങളും ഇനി മൊബൈൽ ആപ്പ് വഴിയും സിമ്പിൾ പോർട്ടൽ വഴിയും ലഭ്യമാകും. വകുപ്പ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ പുതിയ ഓപ്ഷൻ ചേർത്തു. ഒമാനിൽ കനത്ത മഴ, നദികൾ നിറഞ്ഞു. ഒമാനിലെ ചില പ്രദേശങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. റോഡുകൾ ഭാഗികമായി തകരാറിലായിട്ടുണ്ട്. സർക്കാർ രക്ഷാപ്രവർത്തനം ശക്തമാക്കി. ബഹ്റൈനിൽ പാർക്കിംഗ് പുതിയ നിയന്ത്രണങ്ങൾ. മനാമയിലെ പ്രധാന റോഡുകളിൽ പാർക്കിംഗ് പുതിയ ഫീസും സമയ നിയന്ത്രണവും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ട്രാഫിക് കുഴപ്പങ്ങൾ കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള തീരുമാനമാണ്. UAEയിൽ ഗതാഗത നിയമങ്ങൾ കർശനമാക്കി. റോഡിൽ അമിതവേഗം, മോഷൻ ഡ്രൈവിംഗ് എന്നിവയ്ക്ക് ഇനി മുതൽ കനത്ത പിഴയും ലൈസൻസ് സസ്പെൻഷനും. പ്രത്യേക ക്യാമറകൾ സ്ഥാപിച്ചു. സൗദിയിൽ വനിതാ ബസ്സുകൾക്കായി പ്രത്യേക സർവീസ്. വനിതകൾക്കായി പ്രത്യേക ബസ്സുകൾ സൗദിയിലെ റിയാദിലും ജിദ്ദയിലും ആരംഭിച്ചു. സ്ത്രീകളുടെ യാത്ര സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. ഖത്തറിൽ പുതിയ ഇന്ത്യൻ സ്കൂൾ തുറന്നു. ദോഹയിൽ പുതിയ ഇന്ത്യൻ ഹൈസ്കൂൾ ഉദ്ഘാടനം ചെയ്തു. CBSE സിലബസ് അനുസരിച്ച് പുതിയ അധ്യാപകരെ നിയമിക്കുകയും ചെയ്തു. UAEയിൽ ഫുഡ് ഡെലിവറി വാഹനങ്ങൾക്കായി പുതിയ നിയമം. ഫുഡ് ഡെലിവറിക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇനി രജിസ്ട്രേഷൻ പുതുക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം. സുരക്ഷയാണ് പ്രധാന പരിഗണന. കുവൈത്തിൽ ഇൻഫ്ലുവൻസർമാരുടെ ടെക്സ് ചർച്ച. കുവൈത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് നികുതി അടയ്ക്കേണ്ടതായിരിക്കുമെന്നത് സർക്കാർ പരിഗണനയിൽ. ഇതിൽ അനേകം യുവാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. UAEയിൽ സാലറി ദൈനംദിന ഓൺലൈൻ ചെക്കിംഗ് സംവിധാനം. നവീനമായ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നുള്ള വേതന വിവരങ്ങൾ ഇപ്പോൾ ഡിജിറ്റലായി പരിശോധിക്കാം. തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതി. ഖത്തറിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി. കഴിഞ്ഞ കുറച്ച് അപകടങ്ങൾ തുടർന്ന് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതായി ഖത്തർ സർക്കാർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ